നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റുന്നത് സോൾവെന്റ് കാരണമാണ്. അപ്പൊ ആപ്ലിക്കേഷൻ കഴിഞ്ഞാലും ഒരു മേജർ പാർട്ട് ഓഫ് ദ സോൾവെന്റ് ആണ് ഇവാപറേറ്റ് ചെയ്ത് കഴിയണത് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് റിമെയിൻ ഓൺ ദ സർഫസ്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെയിന്റിനുള്ള കളർ കൊടുക്കുന്നത് പിഗ്മെന്റ്സ് ആണ്. ആൻഡ് എഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പെയിന്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് മിൽഡ്യൂ റെസിസ്റ്റൻസ് ഒക്കെ, മിൽഡ്യൂ റെസിസ്റ്റൻസ്, വെതർ റെസിസ്റ്റൻസ്, വാട്ടർ റെസിസ്റ്റൻസ്, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് പെയിന്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കെമിക്കൽസ് ആഡ് ചെയ്യുന്നതിനാണ് അഡിറ്റീവ്സ് എന്ന് പറയാം. സോ മിൽഡ്യൂ ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗസ്. അപ്പോൾ ഈ 4 സാധനങ്ങളും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആണ് വെരി സ്പെസിഫിക് ഡിസൈൻ നീഡ്സിനുള്ള പെയിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ബൈൻഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 4 ഇൻഗ്രീഡിയൻസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് ബൈൻഡർ, ബിക്കോസ് ഇറ്റ് ഇസ് ദ കീ ഇൻഗ്രീഡിയന്റ് that directly relates to a paint's performance, including adhesion, washability, scrub resistance, fade resistance, gloss retention. അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടീസും വാഷബിലിറ്റി ആണെങ്കിലും അതിന്റെ സ്ക്രബ് റെസിസ്റ്റൻസ് ആണെങ്കിലും ഗ്ലോസ് റിട്ടൻഷൻ ആണെങ്കിലും ഇതൊക്കെ ഡിപെൻഡ് ചെയ്യുന്നത് ബൈൻഡറിനെ ബേസ് ചെയ്താണ് ഇരിക്കുക. അപ്പൊ എന്താണ് ശരിക്കും ബൈൻഡേഴ്സ് ആർ ബേസിക്കലി പോളിമേഴ്സ് ഓർ റെസിൻസ് വിച്ച് ഫോംസ് കണ്ടിന്യൂസ് ഫിലിം ഓൺ ദ സബ്സ്ട്രേറ്റ് സർഫസ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പിഗ്മെന്റ്സും അഡിറ്റീവ്സും ഒക്കെ ഉള്ള ഒരു എല്ലാത്തിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ബൈൻഡേഴ്സ് ആണ്. സോ അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ പോളിമേഴ്സ് കാരണമാണ് ഒരു കണ്ടിന്യൂസ് ഫിലിം പോലെ നമ്മൾ ഏത് സർഫസിലാണോ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് അതൊരു കണ്ടിന്യൂസ് ഫിലിം പോലെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് ബൈൻഡർ കാരണമാണ്. സോ ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഗുഡ് അഡീഷൻ ഓഫ് ദ കോട്ടിംഗ് ആൻഡ് ഹോൾസ് പിഗ്മെന്റ് പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ കോട്ടിംഗ്. അപ്പോ ബൈൻഡർ ഏതിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾവെന്റ് ഒരു യൂഷ്വലി വാട്ടർ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് സോൾവെന്റ് ഇൻ മോളിക്യുലർ ഫോം അല്ലെങ്കിൽ കൊളോയിഡൽ ഡിസ്പേർഷൻസ് ഇതിലൊക്കെയാണ് ബൈൻഡർ ഡിസ്പേഴ്സ് ആയി കിടക്കുന്നത്. ആസ് സോൾവെന്റിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഡിസോൾവ് ചെയ്തെടുത്തുന്നത്. അപ്പോൾ ആ ഒരു മീഡിയത്തിലാണ് ബൈൻഡറും ഡിസ്പേഴ്സ് ആയി കിടക്കുന്നത്. കോമൺ ബൈൻഡേഴ്സ് എന്ന് വെച്ചാൽ ആൽക്കൈൽ റെസിൻസ് ഉണ്ട്, വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ reaction of the fatty acid and glycerol with polybasic acids. അതിന്റെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷനിലാണ് ആൽക്കൈൽ റെസിൻസ് ഉണ്ടാവണേ. അതൊരു ടൈപ്പ് ബൈൻഡർ ആണ്. നെക്സ്റ്റ് ഇസ് അക്രിലിക് റെസിൻസ്. അത് പോളിമറൈസേഷൻ അല്ല, ഇതെല്ലാം പോളിമറൈസേഷൻ റിയാക്ഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. ആസ് ഐ സെഡ്, ബൈൻഡേഴ്സ് ആർ പോളിമേഴ്സ് ഓർ റെസിൻസ്. അപ്പോ അക്രിലിക് റെസിൻസ് എന്ന് പറഞ്ഞാല് പോളിമറൈസേഷൻ ഓഫ് അക്രിലിക് ഓർ മീഥാക്രിലിക് എസ്റ്റേഴ്സ് എന്നാണ് ഉണ്ടാകുന്നത്. അത് എന്താ എക്സ്റ്റീരിയർ പെയിന്റിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ഹൈ അഡീഷൻ ആണ്. അപ്പൊ ഫേഡ് റെസിസ്റ്റന്റ് ആണ്, വെതർ റെസിസ്റ്റന്റ് ആണ്, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് അത് യൂഷ്വലി എക്സ്റ്റീരിയറിലാണ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ടിപ്പിക്കലി കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ഓവറോൾ പെർഫോമിംഗ് പെയിന്റ്. നെക്സ്റ്റ് വരുന്നത് ലാറ്റക്സ് ആണ്, PVA. അത് വിനൈൽ പോളിമർ ആണ്. അപ്പൊ ഇവിടെയും പോളിമർ തന്നെയാണ്. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ വിനൈൽ പോളിമറൈസേഷൻ ഓഫ് മോണോമർ വിനൈൽ അസറ്റേറ്റ്. അപ്പോൾ വിനൈൽ അസറ്റേറ്റിന്റെ ഓരോ മോണോമേഴ്സിന്റെയും ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷനിലൂടെയാണ് നമുക്ക് ലാറ്റക്സ് കിട്ടുന്നത്. അപ്പോ ഇത് ഉപയോഗിക്കുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റ്സിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് സോൾവെന്റ്സ് ഉണ്ട്, കൊളോയിഡൽ ഡിസ്പേർഷൻസ് ഒക്കെ ഉണ്ട്. വാട്ടർ ബേസ്ഡ് പെയിന്റിലാണ് ലാറ്റക്സിനെ നമ്മൾ ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാം. ലാറ്റക്സിൽ തന്നെ വേറെ ടൈപ്സ് ഉണ്ട്, സ്റ്റൈറീൻ അക്രിലിക്, വിനൈൽ അക്രിലിക്, അങ്ങനെ അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനുസരിച്ചിട്ട് ഓരോ ടൈപ്സ് ലാറ്റക്സിന്റെ അടിയിൽ തന്നെ വേറെ വരുന്നുണ്ട്. പിന്നെ ഫിനോളിക് റെസിൻസ് എന്ന് പറയുമ്പോൾ തെർമോസെറ്റിൻ പോളിമേഴ്സ് ആണിത്. പ്രിപ്പയർഡ് ബൈ റിയാക്ഷൻ ഓഫ് സിമ്പിൾ ഫീനോൾ വിത്ത് ആൽഡിഹൈഡ്സ്. ഫോർമാൽഡിഹൈഡിന്റെ ഒക്കെ കൂടെ ഫീനോൾ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന തെർമോസെറ്റിൻ പോളിമേഴ്സ് ആണ് ഫിനോളിക് റെസിൻസ്. പിന്നെ യൂറിത്തേൻ റെസിൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പോളിയൂറിത്തേൻ, prepared by step growth polymerization of isocyanides reacting with monomer molecules containing hydroxyl groups. അതായത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ഓഫ് ഐസോസയനൈഡ്സ് നമ്മള് ആൽക്കഹോളിന്റെ ഗ്രൂപ്പ്സ് ആയിട്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് തന്നെ ആൽക്കഹോൾ OH ഗ്രൂപ്പിലെ മോണോമർ മോളിക്യൂൾസിന്റെ കൂടെ ഐസോസയനൈഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് യൂറിത്തേൻ റെസിൻസ് ഉണ്ടാവുന്നത്. ഇനി ഇപ്പോക്സി റെസിൻസ് ഇസ് എ തെർമോസെറ്റിംഗ് പോളിമർ. നേരത്തെ നമ്മൾ ഫിനോളിക് റെസിൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തെർമോസെറ്റിംഗ് പോളിമർ ആണ്. ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ക്രോസ് ലിങ്കിങ് എ റെസിൻ containing short molecules in the presence of a hardener. നെക്സ്റ്റ് വരുന്നത് ക്ലോറിനേറ്റഡ് റബ്ബർ ആണ്.
is prepared through polymerization of degraded natural rubber in the presence of atoms in chlorine participating in cross-linking. അപ്പോൾ ഇത്രയും ടൈപ്പ് ആണ് യൂഷ്വലി ബൈൻഡേഴ്സ് അവൈലബിൾ. അപ്പോൾ ഈ ആൽക്കൈഡ് ബേസ് ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഓയിൽ ഡെറിവേറ്റീവ്സ് ആണ് ആൽക്കൈഡ് ബേസ് റെസിൻസ് ഉണ്ടാക്കുന്നത്. ലിൻസീഡ് ഓയിൽ, സോയ ഓയിൽ ഒക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ ട്രഡീഷണൽ ആൽക്കൈഡ് പെയിന്റ്സ് ഡ്രൈ ടു എ വെരി ഹാർഡ് ഫിനിഷ് and provide super addition. അതായത് ഹൈ ക്വാളിറ്റി അഡീഷൻ ആണ് ഈ ആൽക്കൈഡ് പെയിന്റ്സ് യൂഷ്വലി ഉണ്ടാവുക. And flow and leveling, however, they will yellow in light colors and are prone to oxidation and chalking. എന്താ വെച്ചാൽ നല്ല അഡീഷൻ ആണ്. അപ്പോ എന്താ നല്ല സുപ്പീരിയർ അഡീഷൻ ആണ് ഇത് കൊടുക്കുക. അപ്പൊ നല്ലൊരു കണ്ടിന്യൂസ് ഫിലിം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ വയസ്സ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാല് അത് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഫെയ്ഡ് ആവുന്നത് എന്താ ഗ്ലോസ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ബൈൻഡറിനോട് റിലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. As technology and VOC restrictions have changed over the years, fewer paints have ഇപ്പോ ആൽക്കൈഡ് ബൈൻഡേഴ്സ് വെച്ച് പെയിന്റ് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. അത് ട്രഡീഷണലി യൂസ് ചെയ്തിരുന്നതായിരുന്നു. പക്ഷെ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പുറത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, a newer technology based on modified oil binders is available. Alkyd emulsion. അപ്പോൾ ആൽക്കൈഡ് എമൾഷൻ ഉണ്ടാക്കണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കൈഡ് ബേസ്ഡ് ബൈൻഡേഴ്സ് ഉണ്ട്. ഇതൊരു എമൾഷൻ പോലെ ക്രിയേറ്റ് ചെയ്യും ആൽക്കൈഡ്സിന്റെ. ദിസ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് ബൈൻഡർ gives you oil like performance with the ease of soap and water cleanup. അപ്പോ നേരത്തെ അത് ഓയിലിൽ നിന്നായിരുന്നു ബൈൻഡർ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഓയിൽ പോലത്തെ ഒരു പെർഫോമൻസ് തരും, അതായത് നല്ല സുപ്പീരിയർ എഡിഷൻ ഒക്കെ തരും with the ease of soap and water cleanup. അപ്പോൾ അത് അഡിറ്റീവ്സ് വെച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഈ ആൽക്കൈഡ് എമൾഷൻസ് ഉണ്ടാക്കുന്നത്. ആൽക്കൈഡ് എമൾഷൻസ് പെയിന്റ്സ് dry harder and flow more smoothly than typical latex paints. ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്റക്സ് ആണ് ഇപ്പോഴും എന്താ തമ്മിൽ ഏറ്റവും ഓവറോൾ പെർഫോമൻസ് നല്ലത്, ഹയർ ആയിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പൊ ലാറ്റക്സ് പെയിന്റിനെക്കാളും കുറച്ചും കൂടി സ്മൂത്തർ ആയിട്ട് ഉള്ളതാണ് ആൽക്കൈഡ് എമൾഷൻ പെയിന്റ്സ്. അതാണ് ഇപ്പോ ഒരു ന്യൂവർ ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. If used on exterior surfaces subjected to UV exposure, alkyd emulsion paints may eventually oxidize and chalk over time. Addition under wet conditions allow for greater performance in blister, crackling, and peeling resistance. UV fade resistance allows the paint surface to retain the color and sheen longer. Alkali resistance means the paint is less likely to burn over fresh concrete or masonry. Vinyl acrylic, also called PVA binders, often used in interior paints, has the benefits include scrub resistance and washability. Styrinated acrylic binders often used in masonry and masonry primer sealers and top coats due to its resistance to alkali burn and efflorescence. അപ്പൊ ഇത് പല ടൈപ്പ് പെയിന്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പോ UV ഇതിലൊന്നും അധികം അത് ഫെയ്ഡ് ചെയ്യില്ല, കുറെ നാളതിന്റെ ഗ്ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച്. പിന്നെ വാഷബിലിറ്റിയും സ്ക്രബ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഇന്റീരിയറിൽ യൂസ് ചെയ്യുന്ന വിനൈൽ അക്രലിക് പെയിന്റിന്. പിന്നെ സ്റ്റൈർനേറ്റഡ് അക്രലിക് പെയിന്റ് എന്ന് പറയുമ്പോൾ അത് ആൽക്കലി ബോണും എഫ്ലോറസൻസിനോടൊക്കെ, എഫ്ലോറസൻസ് പറയുമ്പോൾ ഒരു വൈറ്റ് ആൽഗെ പോലെ മേസൺറിയുടെ മുകളിൽ വരുന്നതാണ്. അപ്പൊ അതിനോടൊക്കെ റെസിസ്റ്റന്റ് ആയിട്ട് അത്. അപ്പൊ ഓരോ പെയിന്റിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബൈൻഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സർ നർഷന. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് സോൾവെന്റ്സ് ആണ്. സോൾവെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലിക്വിഡ് ആണ്, അതായത് ഒരു സൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെ സോൾവെന്റ്സ് ആണ്. അതുപോലെ തന്നെയാണ് പെയിന്റിലും സോൾവെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ 4 ഇൻഗ്രീഡിയൻസ്, ബൈൻഡർ, പിഗ്മെന്റ്, അഡിറ്റീവ്സ്, സോൾവെന്റ്സ്. അപ്പൊ ഇതിലുള്ള ബൈൻഡർ, പിഗ്മെന്റ്, അഡിറ്റീവ്സിനെ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാനും അത് ഡിസ്പേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് സോൾവെന്റ്. അതായത് ഈ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പായിട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ അത് ട്രൂ സൊല്യൂഷൻസ് ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ അത് കൊളോയിഡൽ ഡിസ്പേർഷൻ ആണ്. അതായത് ഇമൽഷനും സോൾട്സ് ഒക്കെ പോലെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള അൺമിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസോൾവ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ടും സോൾവെന്റ് ലിക്വിഡ് അതൊക്കെ ആയതുകൊണ്ടും ഇതിന് വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാനിന്, അതായത് പെയിന്റിങ് ക്യാനിന് വോളിലേക്ക് അല്ലെങ്കിൽ ഒരു സർഫേസ് ഓഫ് പെയിന്റിങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിൾ പോലെയാണ് ഈ ഒരു സോൾവെന്റ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പോ ലിക്വിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ സോൾവെന്റ് വെഹിക്കിൾ പോലെയൊക്കെ ആണെങ്കിലും ഇത് ഫ്ലോ ചെയ്യുമല്ലോ. മീൻസ് നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ നന്നായിട്ട് ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട് ലിക്വിഡ് ആയതുകൊണ്ട്. പക്ഷെ ഇത് നമ്മുടെ പെയിന്റ് എന്ന് പറയുന്നത് വാളിൽ അപ്ലൈഡ് ചെയ്യുന്ന അപ്പം തന്നെ അത് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് നമുക്കറിയാതെ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സോളിഡ് കോട്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. സോളിഡ് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സോൾവെന്റ് ആസ് സൂൺ ആസ് നമ്മൾ ആ ഒരു സംഭവം സർഫേസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് നേരിട്ട് ഇവാപറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സോൾവെന്റ്സ്. അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ റേറ്റ് എന്ന് പറയുന്നത് വേറൊരു സോൾവെന്റ്സിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഇത് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സോൾവെന്റിൽ എത്രത്തോളം സോളിഡ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയണേ. ഈ വലിയ ക്വാളിറ്റി പെയിന്റ്സിലൊക്കെ വരുമ്പോൾ 35 to 40% സോളിഡ്സ് ഡിസോൾവ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണം വെച്ചിട്ട് അത് ഹൈ ക്വാളിറ്റി ആണെന്ന് പറയല്ല, പക്ഷെ അത് അങ്ങനെയാണ്. 35 to 40% സോളിഡ്സ് ഡിസോൾവ് ചെയ്യുന്നത് ഹയർ ക്വാളിറ്റി പെയിന്റ്സിലാണ്. പിന്നെ പറയുന്നത് സോളിഡ് ബൈ വോളിയം എന്ന് പറഞ്ഞത് തരുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ലിക്വിഡ്സ് എത്രത്തോളം പെയിന്റ് അവിടെ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് തരുന്നത്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ബേസ്ഡ്, അതായത് ആൽക്കിഡ് പെയിന്റ്സിലൊക്കെ കൂടുതലായിട്ട് സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തിന്നർ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് സോൾവെന്റ്സ് ആണ്. പക്ഷെ ലാറ്റക്സ് പെയിന്റ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡ് പെയിന്റ്സ്, അത് പേര് പോലെ തന്നെ ലിക്വിഡ് ആണ്. ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്കെ. പിന്നെ ഇപ്പോൾ സോൾവെന്റ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, വൈറ്റ് സ്പിരിറ്റ്, സൈലീന്, ടോളുയിൻ, ആൽക്കഹോൾ, കീറ്റോൺസ്, ഇതൊക്കെ സോൾവെന്റ്സ് ആയിട്ട് പെയിന്റ്സിൽ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എൻ്റെ പേര് നവ്യ. അടുത്തത് പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫൈൻലി ഗ്രൗണ്ട് പാർട്ടിക്കിൾസ് ആണ്. അത് ഡയറക്റ്റ്ലി പെയിന്റിലൊക്കെ യൂസ് ചെയ്യും. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് കളറ്, പിന്നെ ആവശ്യമില്ലാത്ത ഹൈഡ് ചെയ്യാൻ ഉള്ള പ്രോപ്പർട്ടീസ്, പിന്നെ തിക്കാക്കാൻ, ബൾക്കാക്കാനുള്ള അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി പിഗ്മെന്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ പിഗ്മെന്റ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, പ്രൈം പിഗ്മെന്റ്സും എക്സ്റ്റൻഡഡ് പിഗ്മെന്റ്സും. അതിൽ പ്രൈം പിഗ്മെന്റ്സ് എന്ന് വെച്ചാൽ കളർ കൊടുക്കുക, പിന്നെ വൈറ്റ് ഹ്യൂ അതൊക്കെ കൊടുക്കാനാണ് പ്രൈം പിഗ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അത് ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഹൈഡിൽ യൂസ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. അത് വൈറ്റ് ഹ്യൂ കിട്ടാനാണ്, വൈറ്റ് കളറിൻ്റെ ആണ് അത്, ടൈറ്റാനിയം ഡയോക്സൈഡ്. അത് നല്ലൊരു മോസ്റ്റ്ലി യൂസ്ഡ് ആൻഡ് കോസ്റ്റ് ആണ് കൂടുതലാണ്. പിന്നെ ഈ പ്രൈം പിഗ്മെന്റ്സ് ഈ ക്യാനിൽ വെച്ചിട്ട് തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പ്രൈം പിഗ്മെന്റ്സിന് 2 ടൈപ്പ് ഉണ്ട്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കളറൻസ്. അതിൽ ഓർഗാനിക് കളറിന്റെ ബ്രൈറ്റ് കളേഴ്സും പിന്നെ ഈ കുറച്ചുകൂടി അത്ര ബ്രൈറ്റ് കളേഴ്സ് ആണ് തരിക. അത് പക്ഷെ അത്ര ഡ്യൂറബിൾ അല്ല, അതുകൊണ്ട് എക്സ്റ്റീരിയർ അപ്ലിക്കേഷനിലൊന്നും യൂസ് ചെയ്യാറില്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹസ്ന യെല്ലോ, സാലോ ബ്ലൂ ഒക്കെ. പിന്നെ ഇൻഓർഗാനിക് കളറൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡള്ളർ ആയിരിക്കും, എർത്തി കളേഴ്സ് ആണ്. കാരണം തന്നെ മോർ ഡ്യൂറബിളും പിന്നെ എക്സ്റ്റീരിയർ അപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് റെഡ് ഓക്സൈഡ് ഒക്കെ. പിന്നെ അടുത്ത കാറ്റഗറി പറഞ്ഞത് എക്സ്റ്റൻഡഡ് പിഗ്മെന്റ്സ് ആണ്. അത് കുറച്ച് ലോ കോസ്റ്റ് ആണ്. അത് മെയിൻലി ഈ ബൾക്ക് എക്സ്ട്രാ വെയിറ്റ് കൂട്ടാനും തിക്കൻ ചെയ്യാനൊക്കെയാണ് എക്സ്റ്റൻഡഡ് പിഗ്മെന്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ഡ്രൈ ഹൈഡിൽ മാത്രമാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ കൺട്രോൾ ഗ്ലോസ്, പെയിന്റിന്റെ ഗ്ലോസ് കൺട്രോൾ ചെയ്യാനൊക്കെ എക്സ്റ്റൻഡഡ് പിഗ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ ചില എക്സ്റ്റൻഡഡ് പിഗ്മെന്റ്സ് ഈ സ്ക്രബ് ആൻഡ് അബ്രാഷൻ റെസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെയിന്റിൽ. കോമൺലി യൂസ് ചെയ്യുന്നത് ക്ലേ, സിൽക്ക, ഡയോറ്റോമേഷ്യസ് സിൽക്ക, കാൽസ്യം കാർബണേറ്റ്, ടാൽക് ആൻഡ് സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്.
ഇത് കുറച്ച് ഇൻഓർഗാനിക് പെയിന്റ് പിഗ്മെന്റ്സ് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇത് ഈ കളറ് നമുക്ക് കാണുന്നത് വെച്ചാൽ ഈ പെയിന്റ് ഈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ചിലത് അബ്സോർബ് ചെയ്യില്ല. അതാണ് നമുക്ക് കാണുന്ന ഈ കളർ ലൈറ്റ് വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്ന ഇൻഓർഗാനിക് കോമ്പൗണ്ട് വെച്ചിട്ട്. അടുത്തത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സിൽക്ക പല കോമ്പൗണ്ട്സിനും പല ഇതിനും പല പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ സിൽക്ക എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഡ്യൂറബിലിറ്റി എൻഹാൻസ് ചെയ്യാനാണ് സിൽക്ക യൂസ് ചെയ്യുക. അത് എക്സ്റ്റീരിയറിലാണ് യൂസ് ചെയ്യുക. അതിന് സ്ക്രബ് ആൻഡ് അബ്രാഷൻ റെസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യും. അതിൽ തന്നെ വരുന്ന ഡയോറ്റോമിഷ്യസ് സിൽക്ക എന്ന് പറയുന്നത് അതൊരു ഫോസിൽഡ് ഓർഗാനിസം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അത് പെയിന്റിലുള്ള ഷീൻ ലെവൽസ് ഗ്ലോസ് ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റാനിയം ഡയോക്സൈഡ് അതൊരു വൈറ്റ് സിന്തറ്റിക് ഇൻഓർഗാനിക് പിഗ്മെന്റ് ആണ്. അതിന് വളരെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പിന്നെ ഈ പെയിന്റിൽ വരുന്ന ലൈറ്റ് ഡീഗ്രഡേഷൻ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പിഗ്മെന്റ് ആണ്. കോസ്റ്റും കൂടുതലാണ്. വൈറ്റ് നല്ല പ്യുവർ വൈറ്റ് ഒക്കെ ക്ലിയർ വൈറ്റ് കളർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റീരിയറിലാണ് മെയിൻ ആപ്ലിക്കേഷൻ. പിന്നെ അടുത്ത് വരുന്നതാണ് സിങ്ക് ഓക്സൈഡ്. അത് വൈറ്റ് കളർ കിട്ടുന്ന തന്നെയാണ് സിങ്ക് ഓക്സൈഡ്. ഇതിൽ വൈറ്റ് സിന്തറ്റിക് ഇൻഓർഗാനിക് പിഗ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ടൈറ്റാനിയം ഡയോക്സൈഡ് വെച്ച് നോക്കുമ്പോൾ ലെസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഉള്ളത്. ഇത് ഈ പ്രൈമേഴ്സിലും എക്സ്റ്റീരിയർ പെയിന്റ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക മെയിൻലി. ഇതിന് മൈൽഡ്യൂ റെസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൊറോഷൻ ഇൻഹിബിഷൻ ആൻഡ് സ്റ്റെയിൻ ബ്ലോക്കിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇത് എക്സ്റ്റീരിയറിലാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ സിങ്ക് യെല്ലോ എന്ന് പറയുന്നത് സിങ്ക് ക്രോമേറ്റ് ആണ്. ഈ യെല്ലോ ഡൈസ് ആണ്. അത് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. പിന്നെ ഗുഡ് ഒപ്പാസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ബെൻസിഡിൻ യെല്ലോസ് അത് യെല്ലോ ടു റെഡ് ഓർഗാനിക് പിഗ്മെന്റ് ആണ്. മെയിൻലി ഇന്റീരിയർ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ഇത് കെമിക്കൽസിനെ റെസിസ്റ്റന്റ് ചെയ്യും. പിന്നെ ഈ കൂടിയ ടെമ്പറേച്ചറിലൊക്കെ ഇത് സ്റ്റേബിൾ ആയിരിക്കും എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ. പിന്നെ അടുത്തത് ക്രോം ഓക്സൈഡ് ഗ്രീൻ. അത് ഒലിവ് ഗ്രീൻ ഇൻഓർഗാനിക് പിഗ്മെന്റ് ആണ്. ഇതിന് ഹൈ ലെവൽ ഓഫ് ഒപ്പാസിറ്റി ഉണ്ട്. ഇത് മോസ്റ്റ് സ്റ്റേബിൾ ഗ്രീൻ പിഗ്മെന്റ് ആണ്. ഓരോ കെമിക്കൽ കോമ്പൗണ്ട് ഓരോ കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്താലോസാൻ ഗ്രീന് ഗ്രീൻ ബ്ലൂ കളറാണ് ഇമ്പാർട്ട് ചെയ്യുക. അത് മെയിൻലി യൂസ് ചെയ്യുക ഡെക്കറേറ്റീവ് ആപ്ലിക്കേഷൻ ഒക്കെയാണ്. പിന്നെ ഇത് റെസിസ്റ്റന്റ് ടു ഹീറ്റ് സോൾവെന്റ്സ് ആൻഡ് ആൽക്കലീസ് ആണ്. പിന്നെ അടുത്തത് സ്താലോസാൻ ബ്ലൂസ്. അത് കൂടുതലും യൂസ് ചെയ്യുന്ന വൈഡ്ലി സ്പ്രെഡ് പിഗ്മെന്റ് ആണ്. ഇത് കുറെ വൈഡ്ലി സ്പ്രെഡ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കുറെ വൈഡ് സ്പെക്ട്രം ഓഫ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ റെഡിഷ് ബ്ലൂ ടു ഗ്രീനിഷ് യെല്ലോയിഷ് ഗ്രീൻ വരെ ഇത് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു നോൺ ടോക്സിക് റെസിസ്റ്റന്റ് ടു സോൾവെന്റ് കെമിക്കൽസ് ആൻഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത് നല്ലൊരിതാണ്. പിന്നെ നെക്സ്റ്റ് വൺ അൾട്രാമെറൈൻ ബ്ലൂ ആണ്. അതൊരു നാച്ചുറൽ പിഗ്മെന്റ് ആണ്. ഈ പിഗ്മെന്റ് റെസിസ്റ്റന്റ് ടു ഫേഡിങ് കളർ ഫേഡ് ചെയ്യാനൊക്കെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ സ്റ്റേബിൾ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സ്. അടുത്തത് വെർമിലിയോൺ. അതൊരു നാച്ചുറൽ ഓറഞ്ചിഷ് റെഡ് പിഗ്മെന്റ് ആണ്. പിന്നെ പിഗ്മെന്റ് ബ്രൗൺ 6 എന്ന് പറയുന്ന റെഡ് ഇൻഓർഗാനിക് പിഗ്മെന്റ് ആണ്. പിന്നെ റെഡ് 170 പറയുന്ന സിന്തറ്റിക് ഓർഗാനിക് പിഗ്മെന്റ് ആണ്. ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് റെഡ് 170 കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഡയോസൈൻ വയലറ്റ് അതും ഒരു ഓർഗാനിക് സിന്തറ്റിക് പിഗ്മെന്റ് ആണ്. അത് നോൺ ടോക്സിക് ആണ്. പിന്നെ ഹൈ ടിൻഡിങ് സ്ട്രെങ്ത് ഉണ്ട് ഇതിന്. പിന്നെ അടുത്തത് കാർബൺ ബ്ലാക്ക് ആണ്. അത് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബ്ലാക്ക് കളറാണ് ഇത് ഇമ്പാർട്ട് ചെയ്യുക. അത് ഈ കളറിങ് ആൻഡ് റെയിൻഫോഴ്സിങ് ഓട്ടോമൊബൈൽ ടയേഴ്സ് ഒക്കെ ഇതിന്റെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യാറ്. പിന്നെ അടുത്തത് അയൺ ഓക്സൈഡ്. അത് ഇൻഓർഗാനിക് ബ്ലാക്ക് പിഗ്മെന്റ് ആണ്.
ഫില്ലേഴ്സ് ആൻഡ് എക്സ്റ്റൻഡേഴ്സിലൊക്കെയാണ്. ഇതിനൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ കോട്ട് സാൻഡ്, അത് ഈ അബ്രേഷൻ സ്ട്രെങ്ത് ഒക്കെ പെയിന്റിൽ ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഫൈൻലി ഗ്രൗണ്ട് കോട്ട്സ് യൂസ് ചെയ്യുക. പിന്നെ ടാൽക്ക്, അതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. എക്സ്റ്റൻഡർ പിഗ്മെന്റിലാണ് ഇത് ജനറലി യൂസ് ചെയ്യാറ്. ഇതിന്റെ ഈ സ്ട്രക്ചർ കാരണം ഇത് ഒരു റെയിൻഫോഴ്സിങ് ഫേസിങ് കോട്ടിങ് ആയിട്ട് ഇത് സെർവ് ചെയ്യും. പിന്നെ ഇത് വാട്ടർ പെനട്രേറ്റ് ചെയ്യാനൊക്കെ പ്രൊട്ടക്ട് ചെയ്യും പെയിന്റിനെ, എക്സ്റ്റീരിയർ വാൾസിലൊക്കെ. പിന്നെ അടുത്തത് ബറൈറ്റ്, അത് ഒരു കളർലെസ് വൈറ്റ് ഇൻഓർഗാനിക് മിനറൽ ആണ്. അതിന് നല്ല ഹാർഡ്നെസ്സും ഉണ്ട്, പിന്നെ കെമിക്കൽ റെസിസ്റ്റന്റും ആണ്. അപ്പോൾ മെയിൻലി യൂസ്ഡ് ഫോർ എസ് എ റെയിൻഫോഴ്സിങ് അഡിക്റ്റീവ്. പിന്നെ അടുത്തത് ക്ലേ, അത് ഇന്റീരിയർസിലാണ് യൂസ് ചെയ്യുക. അത് ഹൈഡിങ് പവർ ആണ് അത് പ്രൊവൈഡ് ചെയ്യുക. ഈ കളർ ഗ്ലോസ് കുറയ്ക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. അതിൽ കവേളിംഗ് ക്ലേ ആണ് അതിൽ എമൽഷൻസ് പെയിന്റ്സിലൊക്കെ യൂസ് ചെയ്ത് ഗ്ലോസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അഡിക്റ്റീവ് ആണ്. പിന്നെ ലൈംസ്റ്റോൺ, അത് യൂസ്ഡ് ഇൻ എമൽഷൻ പെയിന്റ്സ് ആസ് എ ഫില്ലർ എക്സ്റ്റൻറ്റീവ് എക്സ്പെൻസീവ് പിഗ്മെന്റ്സ്. ഇത് ബോത്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് ആണ് വേറെ പേര്. ഇത് ലോ കോസ്റ്റ് ആണ്, പിന്നെ ലോ ഹൈറ്റ് പിഗ്മെന്റ് ആണ്. സർ വീണ്ടും നർഷന്. ഓക്കെ, നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ്സ് ആണ്. അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആഡ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഇപ്പം ഇതിലുള്ള കാര്യങ്ങൾക്ക് പുറമെ കുറച്ച് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇത് പറയുന്നത്. അതായത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ തിക്കനിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഒരു വിസ്കോസിറ്റി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഏജന്റ് ആണ്. അത് തിക്നെസ്, പെയിന്റിന് ഒരു തിക്നെസ് ഒക്കെ മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനം. അതുപോലെ തന്നെ ഫ്ലോയും ലെവലിംഗും ഒക്കെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജന്റ് ആണ് തിക്കനിങ് ഏജന്റ്. പിന്നെ സർഫക്റ്റൻസ് ഓർ സോപ്സ്, അതെന്താന്ന് വെച്ചാൽ പെയിന്റ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ, അതായത് പെയിന്റിന്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. അതായത് പിഗ്മെന്റ്സും ഡിസ്പേഴ്സ്ഡ് ആയിക്കൊണ്ട് നിൽക്കുന്ന, അതായത് ഹൈഡിങ് പവർ ഒക്കെ ഉള്ള, പിന്നെ കളർ അക്യുറൻസി ഒക്കെ നന്നായിട്ട് അഷ്യൂർ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് സർഫക്റ്റൻസ് ഓർ സോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബയോസൈഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ബാക്ടീരിയ, അങ്ങനെ അതായത് ബാക്ടീരിയ നിന്നിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഇപ്പോൾ ലാറ്റക്സ് പെയിന്റ്, വാട്ടർ ബേസ്ഡ് പെയിന്റിലൊക്കെ 2 ടൈപ്പ് ഓഫ് ബയോസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബാക്ടീരിയന്റെ ഗ്രോത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ മൈൽഡ്യൂ ടു ഡിസ്കറേജ് മൈൽഡ്യൂ ഗ്രോത്ത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ചില പെയിന്റ് ഒക്കെ ഇപ്പൊ സീലിങ്സിലൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് കാണും ഒരു ബ്ലാക്ക് ഡോട്ട്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ പറയാ മൈൽഡ്രിസൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫോമേഴ്സ് എന്ന് പറയുമ്പോൾ ഫോം, അതായത് ബബിളൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിഫോമേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ക്യാനിൽ അല്ലെങ്കിൽ നമ്മൾ പെയിന്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ബബിള് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ സർഫസിലൊക്കെ പെയിന്റ് അടിക്കുമ്പോഴൊക്കെ ബബിള് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബബിളൊന്നും ഇല്ലാതിരിക്കാതെ ബബിളൊക്കെ ഒന്ന് പൊട്ടിപ്പോയി ഒന്ന് സെറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിഫോമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സോൾവെന്റ്സ് പറഞ്ഞ പോലെ ഈ സോൾവെന്റ്സിലേക്ക് ഒന്നും കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ട് ലിക്വിഡ് ആഡ് ചെയ്യുന്നതാണ് സോൾവെന്റ്സ്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ബൈൻഡിങ്ങിലൊക്കെ ഒരു നല്ലൊരു ഫിലിം നിൽക്കുക, അതായത് ഫിലിം ബൈൻഡേഴ്സിൽ പറഞ്ഞ പോലെ ഫിലിമൊക്കെ നല്ല രീതിയിൽ കോൾഡ് ടെമ്പറേച്ചറിൽ നിൽക്കാൻ വേണ്ടിയിട്ടും, പിന്നെ പ്രോപ്പർട്ടീസ്, അതായത് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ബ്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് സോൾവെന്റ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രയേഴ്സും പേര് പോലെ തന്നെ ഡ്രൈയിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ഹാർഡനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്ലാസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ അത് പെയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ബയോസൈഡ്സ് ബാക്ടീരിയനെ പറഞ്ഞ പോലെ ഫംഗിസൈഡ്, ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്, അതായത് പ്രിവെന്റ് ഗ്രോത്ത് ഓഫ് ഫംഗസ് ആൻഡ്
ഇൻസെക്ട്സ്. അതാണ് ആ ഒരു ഏജന്റ്. പിന്നെ ഫ്ലോ കൺട്രോൾ ഏജന്റ്, അതായത് ഇത് ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാണ്. ഇപ്പം പെയിന്റ് അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിന്റെ ഒരു ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമൽസിഫയർ എന്ന് പറയുമ്പോൾ കൊളോയിഡൽ സ്റ്റെബിലിറ്റിയിൽ അതൊന്ന് വെറ്റനിങ് ഏജന്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. മീൻസ് അൺമിക്സ്ഡ് ആണെങ്കിൽ പോലും അതൊരു എന്താ പറയാ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യു വി സ്റ്റെബിലൈസേഴ്സ്, അത് നമുക്കറിയാം ചില പെയിന്റ് ഇങ്ങനെ യു വി പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതങ്ങനെ അത് യു വി ലൈറ്റിൽ നിന്നുള്ള ഒരു സംഭവം. പിന്നെ ആന്റി സ്കിന്നിങ് ഏജൻറ്റ്സ്, അതായത് നമുക്കറിയാം ഈ ക്യാനൊക്കെ പെയിന്റിങ് ക്യാനിലൊക്കെ നമുക്ക് ചിലപ്പം കാണും ഒരു കുറെ കാലത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ മുകളിൽ ഇങ്ങനെ മീൻസ് ഏറ്റവും മുകളിലുള്ള ലെയർ ഒന്ന് കട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അത് കുത്തിയാലേക്കാരം ചിലപ്പോൾ ഉള്ളിത്തൊക്കെ നമുക്ക് പഴയ പോലെ കിട്ടുക. അപ്പോൾ ഈ ഒരു സംഭവം തുടക്കത്തിലേ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജന്റാണ് ആന്റി സ്കിന്നിങ് ഏജന്റ്. പിന്നെ അഡീഷൻ പ്രൊമോട്ടേഴ്സ്, അതെന്താ വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കോട്ടിങ്, നേരത്തെ പറഞ്ഞ ആ കോട്ടിങ് സബ്സ്ട്രേറ്റിലേക്ക് ഒന്നിച്ചാകാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ ഒരു പശ പോലെ അങ്ങനെ മീൻസ് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോട്ടേഴ്സ് എന്താ പറയാ ഏജന്റ് ആണ് അഡീഷൻ പ്രൊമോട്ടേഴ്സ്. പിന്നെ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്, നമുക്കറിയാം ഇപ്പം നെയിലൊക്കെ നമ്മൾ റെസ്റ്റിംഗ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പെയിന്റിങ് ആണ്. അതെന്തുകൊണ്ടാണ്? അത് ഇതിൽ ഈ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതായത് സബ്സ്ട്രേറ്റ് ആ ഒരു സംഭവം കൊറോഷനിൽ നിന്നിട്ട് കുറയും. അപ്പൊ കൊറോഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്. പിന്നെ ടെക്സ്റ്റൈസേഴ്സ് എന്ന് പറയുമ്പോൾ കോട്ടിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു ടെക്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. സർ നോബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഞങ്ങൾക്ക് കിട്ടിയത് പെയിന്റിംഗ് പ്രോസസ് ആണ്. So basic painting process will include, first is like cleaning the surface. Secondly, നമ്മൾ ആ surface-നെ പിന്നെ scrub ചെയ്യണം. And after that, applying 1 coat of primer. അത് കഴിഞ്ഞ് 2 coats of putty. And then പിന്നെ finally, we apply the coat of paint. ഇനിയും why do we have to apply primer and putty before painting? So primer basically എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ സർഫസിനെ പ്രിപ്പയർ ചെയ്യുവാണ് ലൈക്ക് പെയിന്റിനെ പെയിന്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മേസണറി വാൾ എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പം അതൊരു സ്മൂത്ത് ആൻഡ് കൺസിസ്റ്റന്റ് ഫിനിഷ് കൊടുക്കുക ആ വാളിന്. പിന്നെ ചില വാൾസിന് എഫ്ലോറസൻസിന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. സോ നമ്മളിപ്പം എഫ്ലോറസൻസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ആ വാളിന്റെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ വുഡിന്റെ കേസിലേക്ക് വരുമ്പം when we apply primer, it gives a better adhesion between the wood and the paint. Metal നമ്മൾ primer apply ചെയ്യുമ്പം അവിടെയും it helps in adhesion and at the same time ആ സർഫസിനെ മോയ്സ്ചറും further corrosion നിന്നും പ്രൊട്ടക്ട് ചെയ്യും. പുട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇപ്പം പ്ലാസ്റ്ററിങ് കൊണ്ടിട്ട് വാളിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ അൺഡ്യൂലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് ഒരു നീറ്റ് ഫിനിഷ് കിട്ടാനായിട്ട് പുട്ടി ഹെൽപ്പ് ചെയ്യും. പുട്ടിയും ആക്ട്സ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓൺ ദ വാൾസ് ആൻഡ് കുഞ്ഞ് മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസും പോഴ്സും ഒക്കെ പുട്ടി യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി നമ്മൾ like detail into different types of painting. So first one is the interior wall painting. അപ്പൊ ആദ്യം കുറച്ച് പ്രീ പെയിന്റിംഗ് പ്രോസസ്സ് ഉണ്ട്. പ്രീ പെയിന്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ വാളിനെ അത് ഒരു മിനിമം 7 to 21 days ക്യൂർ ചെയ്യാനായിട്ട് ലീവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് we need to check the surface, എന്തെങ്കിലും ലീക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് ആ ചെയ്തത് ഡ്രൈ ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ക്രാക്സോ അല്ലെങ്കിൽ ലൈക്ക് ആണി അടിച്ചിട്ടുള്ള ഹോൾസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൈമർ ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്യണം. പിന്നെ സ്വിച്ച് ബോക്സിന് നമ്മൾ സാൻഡ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബേസിക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൂവബിൾ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കണം വാൾസിന്ന്. ആൻഡ് ഒബ്വിയസ്ലി കവർ ദ ഫ്ലോർ സോ ദാറ്റ് പെയിന്റ് ഡ്രിപ്പ് ചെയ്തിട്ട് ഫ്ലോർ സ്പോയിൽ ആവാതിരിക്കാനായിട്ട്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യേണ്ടത് സർഫസ് പ്രിപ്പറേഷൻ ആണ്. സോ ഫസ്റ്റ് ആദ്യം ബോളിനെ ലൈക്ക് ഡസ്റ്റ് നിന്നൊക്കെ ക്ലീൻ ചെയ്യണം. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ പഴയ ഓൾറെഡി പെയിന്റ് ചെയ്തേക്കുന്ന ഒരു വാളിനെ പിന്നെ റീപെയിന്റ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു സ്ക്രബ് ഓഫ് ദ പെയിന്റ്. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ വാളിന് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടാനായിട്ട് സ്ക്രബ് വിത്ത് സാൻഡ് പേപ്പർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് പെയിന്റ് വീഴാൻ സാധ്യതയുള്ള എല്ലാ സ്പേസസും ബേസിക്കലി കവർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വി ഗോ ടു പെയിന്റിങ്. അപ്പം പെയിന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് കോൾക്കിംഗ് പ്രോസസ്സ്, അതായത് ഈ ഡോറിന്റെയും വിൻഡോയുടെയും അവിടെയൊക്കെയുള്ള സൈഡ് ബോളിലുള്ള ക്രാക്സ് ഒക്കെ കോൾക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. സോ ലൈക്ക് നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് കോൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ ഒരു സറൗണ്ടിങ് ആയിട്ട് തന്നെ മേർജ് ചെയ്ത് പോകും. ലൈക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഭാഗം ഫില്ല് ചെയ്താണെന്ന് എടുത്ത് തോന്നത്തില്ല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആദ്യം കോൾക്കിംഗ് പ്രോസസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രൈമർ ഇടുക, പിന്നെ 1 coat ഓഫ് പുട്ടി ഇടുക, ആൻഡ് ദെൻ ഫൈനലി 2 coats ഓഫ് പെയിന്റ് ഇടുക. നെക്സ്റ്റ് പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഇസ് എക്സ്റ്റീരിയർ വാൾ പെയിന്റിങ്. എക്സ്റ്റീരിയർ വാൾ പെയിന്റിങ് ചെയ്യുമ്പം അതിന് പ്രീ പെയിന്റിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്വിയസ്ലി വാളിൽ നേരത്തെ പോലെ തന്നെ ക്രാക്സോ ലീക്കേജോ ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് വാളിന്റെ കംപ്ലീറ്റ് പ്ലാസ്റ്ററിംഗ് പ്രോസസ്സ് തീർന്നു എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് പെയിന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വി നീഡ് ടു ബിഗിൻ ഫ്രം ദ ടോപ്പ് ഓഫ് ദി വാൾ. പിന്നെ ഇത് പെയിന്റ് ചെയ്യുമ്പം ലൈക്ക് നമ്മൾ ലേബർ സേഫ്റ്റി ഒക്കെ പ്രത്യേകിച്ച് നോക്കണം. പിന്നെ ആ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഓരോ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ദെൻ സർഫസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം അഗൈൻ വാള് സഫീഷ്യന്റ് ആയിട്ട് ക്യൂർ ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഓഫ് 35 to 50 days ക്യൂർ ചെയ്യണം വാള്. പിന്നെ വെറ്റ് ആയിട്ടുള്ള വാൾസിൽ പെയിന്റ് ചെയ്യാൻ പാടില്ല. സോ ലൈക്ക് വി നീഡ് ടു എൻഷുർ ദാറ്റ് ദ വാൾസ് ആർ ഡ്രൈ. പിന്നെ ഡ്രെയിനേജ് പൈപ്സിന്റെ ഓപ്പണിങ്ങും സ്കഫോൾഡിങ്ങിന്റെ ഗ്യാപ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഫില്ല് ചെയ്യണം. ആൻഡ് ഡോർസും വിൻഡോസും ഒക്കെ കവർ ചെയ്യണം, സോ ദാറ്റ് പെയിന്റ് ഒന്നും ലൈക്ക് അതിൽ വീണിട്ട് അത് സ്പോയിൽ ആവാതിരിക്കാനായിട്ട്. ആൻഡ് ദെൻ വി കം ടു പെയിന്റിങ്. പെയിന്റ് ചെയ്യുമ്പോൾ അഗൈൻ പിന്നെയും ഒരു കോട്ട് ഓഫ് എക്സ്റ്റീരിയർ വാൾ പ്രൈമർ ഇടുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു അപ്ലൈ 2 coats ഓഫ് പെയിന്റ്. അത് ഒരു 4 to 6 hours ടൈം ബിറ്റ്വീൻ 1 and 2 coats എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മുഫീദാണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ആൻഡ് പ്രോസസ് ഓഫ് പെയിന്റിംഗ് ഓൺ ഡിഫറെന്റ് സർഫസസ്. അപ്പം എല്ലാ സർഫസിലും ഒരു സെയിം പ്രൊസീജിയർ ആയിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചില പ്രിക്കോഷൻസ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിന് മുന്നും ആഫ്റ്ററും നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് പറയുന്നത് പെയിന്റിംഗ് ഓൺ ന്യൂ വുഡ് വർക്ക് ആണ്. സോ അതിലെന്താ പറയുന്നത് വെച്ചാല് ഇപ്പം പുതുതായിട്ടൊരു വുഡ് വർക്ക് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ സർഫസ് പ്രിപ്പറേഷൻ ഓഫ് വുഡൻ വർക്ക്സ്. നമ്മൾ ആ ഒരു പെയിന്റ് ചെയ്യുന്ന ആ ഒരു വുഡൻ വർക്കിന്റെ സർഫസ് എന്താണ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പാടില്ല, സ്പോട്സ് പാടില്ല, ഗ്രീസി മാറ്റ് അങ്ങനത്തെ ഒക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ ഇപ്പൊ നമ്മൾ വുഡൻ വർക്ക്സ് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് നെയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ നെയിൽസ് ഒക്കെ 3 mm ബിലോ ദ സർഫസ് ഓഫ് ദ വുഡൻ വർക്ക് പഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് വുഡ് എന്തായിരിക്കണം, വെൽ സീസൺഡ് വുഡ് ആയിരിക്കണം. അതില് എന്താ പറയാ 15% കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. സർഫസ് ഒക്കെ ഡ്രൈ ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നോട്ടിങ് എന്ന് പറഞ്ഞാല് ഇപ്പം വുഡില് നോട്ട്സ് ഉണ്ടെങ്കിൽ അത് വുഡിന്റെ റെസിൻസ് ഒക്കെ ഇജക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ നോട്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നോട്ട്സിന് നമ്മൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് 2 മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് 2 coats of solutions are applied on the surface. 2 coat solutions നമ്മൾ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് കോട്ട് contains 15 gram of red lead, 2 liters of water and 225 grams of glue. ഫസ്റ്റ് കോട്ടിൽ നമ്മൾ 15 gram റെഡ് ലെഡ്, 2 ലിറ്റർ വാട്ടറും അതുപോലെ തന്നെ 225 gram ഗ്ലൂവും മിക്സ് ചെയ്തിട്ട് ഇത് മൂന്നും നമ്മൾ മിക്സ് ചെയ്ത് ആ മിക്സ്ചറിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ആൻഡ് എന്താണ് അത് അപ്ലൈ ചെയ്ത് ഒരു 10 minutes നമ്മൾ അതിനെ അങ്ങനെ ലീവ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. സെക്കൻഡ് റെഡ് ലെഡ് എന്താണ് ബോയിൽഡ് ലിൻസീഡ് ഓയിലാണ് ഉള്ളത്. ആൻഡ് തിൻഡ് വിത്ത് ടർപ്പന്റൈൻ ഓയിൽ. ഓക്കെ, ടർപ്പന്റൈൻ ഓയിൽ വെച്ചിട്ട്
turpentine oil വെച്ച് thinning ചെയ്തിട്ടുണ്ടാവും അതിന്. In this method, hot lime coat is applied on the surface and left it for 24 hours. Hot lime coat apply ചെയ്തിട്ട് അത് 24 മണിക്കൂർ വെക്കും. After that, the layer is scraped off from the surface. എന്നിട്ട് അവസാനം 24 hours വെച്ചതിന് ശേഷം അത് ഡ്രൈ ആവുമ്പം ആ ഒരു ലൈം കോട്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളയും. Next. Okay. Priming of new wooden surface. ഇപ്പം പ്രൈമിംഗ് പറഞ്ഞാല് ഒന്നുമില്ല, നമ്മൾ പ്രൈം കോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ട് നമ്മൾ സർഫസിൽ അപ്ലൈ ചെയ്യുന്നതാണ് പ്രൈമിംഗ് പറഞ്ഞാല്. ഈ കേസിൽ നമ്മൾ എന്താണ് അബ്രാസീവ് പേപ്പർ വെച്ചിട്ട് സർഫസ് സ്മൂത്തൻ ചെയ്യും. ആൻഡ് ഫസ്റ്റ് കോട്ട് പെയിന്റിന് നമ്മൾ അപ്ലൈ ചെയ്യും to fill all the pores in the surface. സർഫസിൽ ഇപ്പൊ ചെറിയ pores ഒക്കെ ഉണ്ടാവും, അതൊക്കെ fill ചെയ്യാൻ വേണ്ടി. The ingredients used in this prime coat is same as the subsequent coats, but the quantity or combustion ratio may vary. അതായത് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്ന ആ കോട്ട്സിന്റെ അതേ കോമ്പസ്റ്റൻ തന്നെ ആയിരിക്കും, ബട്ട് അതിന്റെ റേഷ്യോയില് ഡിഫറൻസ് കാണാം നമുക്ക്. സ്റ്റോപ്പിംഗ് എന്ന് വെച്ചാല് നമ്മൾ പോസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പ്രൈമിങ് ചെയ്ത് നമ്മൾ പോസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇറ്റ്സ് ടൈം ടു ഫിൽ അപ്പ് നെയിൽ ഹോൾസ്. അപ്പം 3 mm താഴോട്ടാണ്, സർഫസിന്റെ താഴോട്ടാണ് നെയിൽസ് പഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പം നെയിൽ ഹോൾസ്, ഡെൻസ്, ക്രാക്സ് ഒക്കെ നമ്മൾ ഇനി ഫില്ല് ചെയ്യണം. പുട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് when putty is dried, then the whole surface is rubbed with glass paper or pumice stone. ഓക്കെ, പുട്ടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പുട്ടി വെച്ച് ഫില്ല് ചെയ്ത് പുട്ടി ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ സർഫസ് കംപ്ലീറ്റ് ഗ്ലാസ് പേപ്പർ അല്ലെങ്കിൽ പ്യൂമൈസ് സ്റ്റോൺ വെച്ചിട്ട് റബ്ബ് ചെയ്യും. ദ പ്രോസസ് ഓഫ് റബ്ബിംഗ് ഡൗൺ ദ വുഡൻ സർഫസ് ഇസ് കോൾഡ് സ്റ്റോപ്പിംഗ്. ഈ പ്രോസസ്സിനാണ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. ഫിനിഷിംഗ് ഓഫ് ന്യൂ വുഡൻ സർഫസ്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് കോട്ടാണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാല്. അത് എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മള് ഫസ്റ്റ് പ്രീമിയർ അടിച്ച് അതിന് ശേഷം നമ്മൾ അണ്ടർ കോട്ട്സ് കൊടുത്ത് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാല്. അതാണ് നമുക്ക് ഫൈനൽ ലുക്ക്, ആ ഒരു വുഡൻ വർക്കിന് ഫൈനൽ ലുക്ക് കൊടുക്കുന്നത് ആ ഫിനിഷിംഗ് പ്രോസസ്, ആ ഫിനിഷിംഗ് ഇത് നമ്മൾ അടിക്കുമ്പോഴാണ്. സോ സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട്സ് കിട്ടും. അണ്ടർ കോട്ടിംഗ് ഓഫ് ന്യൂ വുഡൻ സർഫസ്, അതെന്ന് പറഞ്ഞാല് എന്താണ്, നല്ല ക്വാളിറ്റി വർക്ക്സിന് ഇപ്പം പ്രീമിയർ അടിച്ചതിന് ശേഷം നല്ല ഒരു ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് 4 coats of paint അപ്ലൈ ചെയ്യണം. ഐ മീൻ നല്ലൊരു ക്വാളിറ്റി കിട്ടണമെങ്കിൽ 4 coats അപ്ലൈ ചെയ്യണം. അതൊന്നും ഈ 4 coat എന്ന് പറഞ്ഞാൽ പ്രൈം, പിന്നെ അണ്ടർ കോട്ടിങ്സ്, ഫിനിഷിങ്. ഫോർ inferior quality works 2 to 3 coats can be used. So under coatings are nothing but second and third coats of good quality works which provide same look or shade as finishing coat. Under coats എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ പ്രൈമർ അടിച്ച് എന്താണ് ഫിനിഷിംഗ് അത് അടിക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന 2 കോട്ട്സ്, സെക്കൻഡും തേർഡും കോട്ട്സ് ആണ്. അതെന്ന് പറഞ്ഞാല് ഫിനിഷിംഗ് കോട്ടിന്റെ സെയിം ഷെയ്ഡ് അല്ലെങ്കിൽ സെയിം ലുക്ക് ഉള്ളതാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് മീനു. ഓക്കെ, റീപെയിന്റിംഗ് ഓഫ് ഓൾഡ് വുഡൻ വർക്ക്സ്. ഓൾഡ് വുഡൻ വർക്ക് നമ്മൾ പ്രീവിയസ്ലി പെയിന്റ് ചെയ്ത വർക്കിന് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ആ പ്രീവിയസ്ലി ചെയ്ത പെയിന്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പെയിന്റ് റിമൂവ് ചെയ്യലാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 1 kilogram കോസ്റ്റിക് സോഡ 5 liter വാട്ടറിൽ നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഓൾ പെയിന്റഡ് സർഫസിൽ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുക. അപ്പം ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പം ആ പഴയ പെയിന്റ് ഡിസോൾവ് ആയിട്ട് നമുക്ക് ഈസിലി അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ hot solution consisting of soft soap, potash, quicklime, soft soapും പൊട്ടാഷ്യം ക്വിക്ലൈമും in the ratio 1:2:1 അങ്ങനെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ആ സൊല്യൂഷൻ നമ്മൾ എന്താണ് ആ പഴയ സർഫസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഹോട്ട് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക അതിന്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുക 1:1 mixture of washing soda and quicklime is prepared and applied on all paint surface and then washed with water. ഓക്കെ, അപ്പം ഇങ്ങനെ
After applying any of the 3 methods described above, the surface is ready for fresh painting. ഇങ്ങനെ ചെയ്ത് നമുക്ക് ആ പഴയ പെയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. So it is ready for fresh painting. Before that, the surface is rubbed with pumice stone or glass paper, and then 2 to 3 coats of paints are applied. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ആ സർഫസിന് pumice stone അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 to 3 coats of paint നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് റീപെയിന്റിംഗ് ഓഫ് ഓൾഡ് വുഡൻ വർക്ക്സ് എന്ന് പറഞ്ഞാല്. പിന്നെ പെയിന്റിംഗ് ഓഫ് ന്യൂ അയൺ ആൻഡ് സ്റ്റീൽ സർഫസ്. അയൺ ആൻഡ് സ്റ്റീൽ സർഫസ് എന്ന് പറഞ്ഞാല് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് റസ്റ്റ് ഫോർമേഷൻ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ, വെതറിങ് സംഭവിക്കുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ റസ്റ്റ് ഫോം ചെയ്യും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ സർഫസ് പെയിന്റ് ചെയ്യുന്നത്. ബിഫോർ പെയിന്റിങ് നമ്മൾ ആ സർഫസ് ക്ലീൻ ചെയ്യണം. റെസ്റ്റോ എന്തെങ്കിലും സ്കെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. സ്റ്റീൽ ബ്രഷ് വെച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. ആൻഡ് ഇപ്പൊ സ്റ്റെയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർഫസിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബെൻസീൻ അല്ലെങ്കിൽ ലൈം വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ പ്രൈം കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സർഫസിനെ ഫോസ്ഫോറിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. എന്തിനാ വെച്ചാല് നല്ലൊരു ഇപ്പൊ പെയിന്റ് അതുമ്മ നിക്കണല്ലോ, പെയിന്റ് അതുമ്മ നല്ലൊരു അഡസീവ് നേച്ചർ കിട്ടാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്തതിന് ശേഷം പ്രൈം കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. പ്രൈം കോട്ട് എന്ന് പറഞ്ഞാൽ 3 kilogram ഓഫ് റെഡ് ലെഡ് ഇൻ 1 liter ഓഫ് ബോയിൽഡ് ലിൻസീഡ് ഓയിൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് this should be applied using brush വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. After that 2 or more undercoats are applied, which consists 3 kilogram of red lead in 5 liters of boiled linseed oil. After drying up, smooth finishing coat of desired paint is applied. നമ്മൾ പ്രൈം അപ്ലൈ ചെയ്ത് ബ്രഷ് വെച്ച് അതിനുശേഷം അണ്ടർകോട്ട്സ് അപ്ലൈ ചെയ്യും. അണ്ടർകോട്ട്സ് വരുന്നത് 3 kilogram red lead in 5 liters of boiled linseed oil ആണ്. അത് ഡ്രൈ ആയി റീപെയിന്റിംഗ് ഓഫ് ഓൾഡ് സ്റ്റീൽ ആൻഡ് അയൺ സർഫസ് എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഓൾഡ് പെയിന്റിനെ നമ്മൾ ഓക്സി അസറ്റൈലിൻ ഫ്ലെയിം വെച്ചിട്ട് റിമൂവ് ചെയ്യും. എന്നിട്ട് പുതിയ പെയിന്റ് അടിക്കലാണ്. ഇനി അടുത്ത പെയിന്റിംഗ് ഓഫ് ഗാൽവനൈസ്ഡ് അയൺ സർഫസ് എന്ന് പറയുമ്പോൾ ഗാൽവനൈസ്ഡ് അയൺ സർഫസിൽ പെയിന്റ് ചെയ്താൽ അത് പിടിക്കില്ല, അതായത് അഡസീവ് നേച്ചർ കുറവായിരിക്കും. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെന്റ് സൊല്യൂഷൻസ് വെച്ച് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 40 gram of copper acetate in 1 liter of water, or 13 gram of copper chloride, copper nitrate, nitric acid and ammonium chloride 1 liter water. അങ്ങനെയൊക്കെ ആ ഒരു സൊല്യൂഷൻസ് വെച്ചിട്ട് അതിന് ട്രീറ്റ് ചെയ്ത് അതിന് അഡസീവ് നാച്ചുറൽ കിട്ടും. അതൊരു ബ്ലാക്ക് ഒരു ഇത് ഫോം ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ അതിന് പ്രൈമും ഫിനിഷിംഗ് കോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പ്ലാസ്റ്റേർഡ് സർഫസ് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റേർഡ് സർഫസിൽ പോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം പ്ലാസ്റ്റേർഡ് സർഫസ് വെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കതിന് ന്യൂലി അപ്ലൈ ചെയ്ത പ്ലാസ്റ്റർ ആണെങ്കിൽ അതിനൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ആൽക്കലി അറ്റാക്സ് ഒക്കെ ആഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ആൽക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്യണം. പിന്നെ എന്താ പറയുക വെച്ചാൽ പോസ് ഉണ്ടാവും. അപ്പം പെയിന്റ് അപ്ലൈ ചെയ്യുന്ന പെയിന്റ് ഈ പോസ് നന്നായിട്ട്, അതായത് സക്ഷൻ, ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സക്ഷൻ എന്നാണ് പറയാ. പോസ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്. ആ സക്ഷൻ യൂണിഫോം ഓക്കെ സർ. വൈൻഡപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അടുത്ത ക്ലാസ് ഉള്ളതല്ലേ? ഓക്കെ സർ, താങ്ക് യു.